ഹായ്, എല്ലാവർക്കും ചക്രു സ്റ്റോറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് തഞ്ചാവൂർ പെരിയ കോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഒരുപാട് തവണ എനിക്ക് ക്ഷേത്രം ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. കാര്യം അധികം നീട്ടാതെ ബോറടിപ്പിക്കാതെ പറയുന്നതല്ലേ ശരി. എന്നാൽ പിന്നെ കേൾക്കാൻ റെഡി ആയിക്കൊള്ളൂ. കേരളത്തിൽ നിന്ന് നേരിട്ട് ഒരേ ഒരു ട്രെയിൻ മാത്രമാണ് ഇവിടേക്കുള്ളത്. അത് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ആണ്. കേരളത്തിൽ നിന്നുള്ളവർ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ആ ട്രെയിൻ തന്നെയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണെങ്കിൽ നിരവധി പാസഞ്ചർ ട്രെയിനുകളും അവൈലബിൾ ആണ്. പിന്നെ ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് രാത്രി 10:25 എടുക്കുന്നു. തഞ്ചാവൂർ 9:05. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചില കുറുക്കു വഴികളിലൂടെ നടന്ന് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. എന്നാൽ ആദ്യമായിട്ട് വരുന്നവർ ഓട്ടോയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബസ്സിൽ പോയാലും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇറങ്ങാൻ സാധിക്കില്ല. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അല്പം നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായി പോകുന്നവർ ഓട്ടോയിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയാൽ ചെരുപ്പ് എവിടെ തൂക്കണമെന്ന കൺഫ്യൂഷൻ വേണ്ട. കയറുമ്പോൾ തന്നെ വലതുവശത്ത് ഒരു ചെറിയ കരകൗശല ഉൽപ്പന്നങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ നമ്മൾ ചെരുപ്പിട്ടതിന് ശേഷം അതിൽ കാണുന്ന നമ്പർ കൗണ്ടറിൽ കൊടുത്ത് എണ്ണം പറഞ്ഞ ഒരു ചെറിയ തുകയുടെ ടോക്കൺ നമുക്ക് ലഭിക്കും. ക്ഷേത്ര കവാടത്തിൽ നിന്ന് തന്നെ വലിയ ഒരു നന്ദിയെ നമുക്ക് കാണാൻ കഴിയും. പ്രസാദം വിൽക്കുന്ന കടകളിൽ നമുക്ക് ചെറിയ വിശപ്പടക്കാനായിട്ട് ചക്കര പൊങ്കലും നാരങ്ങച്ചോറും തൈര് സാദവും കാശ് കൊടുത്താൽ ഒരു 25 കിലോമീറ്ററിനുള്ളിലായി തഞ്ചാവൂർ ക്ഷേത്രത്തിനടുത്തായുള്ള ഒരു 6-7 ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടി അധികം മുടക്കുമുതലില്ലാതെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പറഞ്ഞത് സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി കുറച്ച് ഗൗരവമേറിയ വിഷയം സംസാരിക്കും, കൂടെ അറിവും പങ്കുവയ്ക്കും. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ കുംഭകോണത്തെ പോലെ ക്ഷേത്രങ്ങളുടെ നാട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്ക് തഞ്ചാവൂരിൽ കാണാം. ബൃഹദീശ്വര ക്ഷേത്രം പെരുവടയാർ കോവിലെന്നും രാജരാജേശ്വരം ക്ഷേത്രമെന്നും അറിയുന്നു. ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ 16ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ചരിത്രപരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ശിവക്ഷേത്രം ആണ്. നട്ടുച്ചയ്ക്ക് ഭൂമിയിൽ ഒരു നിഴൽ പോലും അവശേഷിക്കാത്ത ഒരു പുതുമയുണ്ട് ഈ ക്ഷേത്രത്തിൽ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 16ാം നൂറ്റാണ്ടിലെ കോട്ടമതിലാണ് തഞ്ചാവൂർ പെരിയ കോയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമായ 216 അടിയാണ് ക്ഷേത്രത്തിൻ്റെ ഉയരം. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തത്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള പ്രവേശന കവാടത്തിലാണ് ക്ഷേത്രത്തിലെ നന്ദിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തമിഴ് സിനിമാ നടൻ വിക്രം ഒരു ഇന്റർവ്യൂവിൽ ലോകത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തഞ്ചാവൂർ ബൃഹദേശ്വര കോവിലിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും പറയുന്നു. അത് നമ്മളിൽ പലരും അന്ന് സ്റ്റാറ്റസ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ ആദരാഞ്ജലിയാണ്. 1954 ഏപ്രിൽ 1 RBI ആദ്യം 1000 രൂപ നോട്ട് പുറത്തിറക്കി. അത് ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നായി. ക്ഷേത്രം രാവിലെ 6 മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് 12:30 അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രം വീണ്ടും തുറക്കും. ഒടുവിൽ 8:30 ക്ഷേത്രം അടയ്ക്കും. ബൃഹദീശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയൊക്കെയാണ്.